ഞാൻ ഇറങ്ങുന്നു. ആ അരവിന്ദ്. മുത്തശ്ശ. നീ വേണം ആനന്ദിനെയും കൊണ്ട് ആശ്രമത്തിലേക്ക് പോകുവാൻ. ശരി മുത്തശ്ശ. വാ ബ്രോ, പോവാ. ആന്റി, വറുത്ത കപ്പലണ്ടി വേണോ? കാര്യം എന്തൊക്കെ പറഞ്ഞാലും ആ കല്യാണം ഉണ്ടായിരുന്നപ്പോഴേ വറവിലിനും കുറയ്ക്കലിനൊന്നും ഒരു കുറവുമില്ലായിരുന്നു. ഈ പാചകം ചെയ്യുന്ന ഇവളുമാരെ എല്ലാം പിരിച്ചു വിട്ടിട്ട് പുതിയ ആൾക്കാരെ എടുത്താലോ എന്ന് ആലോചിക്കാൻ ഞാൻ. ആന്റി എന്താ ഇത്ര ആലോചിക്കുന്നേ? അഖിലയുടെ ഇളയച്ചൻ ഏതോ ഒരു സ്വാമികളെ ഇറക്കിയിരിക്കുക. ആനന്ദിന്റെ നഷ്ടപ്പെട്ടു പോയ കാഴ്ച വീണ്ടെടുത്തു കൊടുക്കാൻ. ഒരു വിഷഗ്വരൻ. വിഷക്കുരങ്ങനാ? വിഷഗ്വരൻ അല്ലടി, വിഷഗ്വരൻ. അതെന്താ, വല്ല അന്യഗ്രഹ ജീവിയാണോ? ഓ, ഇടി വൈദ്യം അറിയാവുന്ന സ്വാമികൾ. അതിന് വൈദ്യസ്വാമി എന്ന് പറഞ്ഞാ പോരെ? വിഷകുരൻ എന്നൊക്കെ പറഞ്ഞിട്ടേ നാവിന്റെ രുചി അങ്ങ് പോയി. എന്റെ ആന്റി, താടിയും തലമുടിയും ജട പോലെ വളർത്തിയ കുറെ സന്യാസിമാര് വളഞ്ഞിരുന്ന് നടുക്കൊരടുപ്പും കൂട്ടി കുറെ വിറകും നെയ്യും തേങ്ങാപ്പൂളും ഒക്കെ അതിലേക്ക് വലിച്ചെറിഞ്ഞ് കടിച്ചാ പൊട്ടാത്ത കുറെ സംസ്കൃതവും പറഞ്ഞാലേ കണ്ണിന്റെ കാഴ്ചയൊന്നും തിരിച്ചു കിട്ടില്ല. ഇപ്പൊ ഉള്ള ചെവിയുടെ കേൾവി ശക്തി കൂടി അടിച്ചു പോകും. അതല്ലടി, പിന്നെ വെറുതെ വയറ്റിപ്പിഴപ്പിന് വേണ്ടി പൂജ ചെയ്യുന്ന പൂജാരിമാരെ പോലെ അല്ല ഇളയച്ചൻ. കോടികളുടെ സമ്പത്തുള്ള അഖിലയുടെ ഇളയച്ചൻ എല്ലാം ഉപേക്ഷിച്ച് സന്യാസി ആയത് വെറും വേഷം കെട്ടലല്ല. അതാ എനിക്കൊരു ഭയം. എത്ര വലിയ ആളുകളായാലും പോയ കാഴ്ചയൊന്നും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. ഇതിനേക്കാളും വലിയ സന്യാസിമാര് മഹാഭാരതത്തിലുണ്ടായിരുന്നു. എന്നിട്ടും കാഴ്ചയില്ലാത്ത ദുര്യോധനന് കാഴ്ച തിരിച്ചു കിട്ടിയോ? അയ്യോ, പുരാണത്തിലൊക്കെ എന്തൊരറിവാ. നിന്നോടിത് പറയാൻ വന്ന എന്നെ വേണം അടിക്കാൻ. സോറി ആന്റി, ദുര്യോധനല്ല, പാണ്ഡുവിന്. കഷ്ടം തന്നെ. അപ്പൊ പാണ്ഡുവിനും അല്ലേ?
ആന്റി അതൊക്കെ വിട്. പാണ്ഡുവോ ദുര്യോധനോ ആരോ ആയിക്കോട്ടെ, അവർക്കൊക്കെ കണ്ണുപോയ നമുക്കെന്താ? ഇവിടെ ആനന്ദേട്ടന്റെ കണ്ണ് നഷ്ടപ്പെട്ടതുകൊണ്ട് ആന്റിക്ക് എനിക്ക് ഒരു സമാധാനം ഉണ്ടല്ലോ. ആ സന്യാസി നഷ്ടപ്പെട്ട അവന്റെ കാഴ്ച തിരിച്ചു കൊടുക്കുമെന്നായി എന്റെ സംശയം. അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല ആന്റി. സംഭവിക്കരുത്. നാഗമടത്തെ പാമ്പ് കൊത്തുന്നതുവരെ അവൻ ഇരുട്ടറയിൽ തന്നെ ആയിരിക്കണം. സ്വന്തം ഇളയമ്മയായ എന്റെ കരുണത്ത് അവന്റെ കൈ പതിഞ്ഞതാ. ചത്ത് മലച്ചവൻ കിടക്കുമ്പോ ആ കൈവെള്ളയിൽ ഒരു മുത്തം കൊടുക്കണോ എനിക്ക്? എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നത്? ഗുരുജിയെ പോലെ അറിവുള്ള വലിയൊരു മനുഷ്യൻ അങ്ങനെ തീർത്തു പറയോ ഞാൻ ആ പൂജ ചെയ്യാൻ പാടില്ലെന്ന്? അല്ല നന്ദന, ആ ഭൂമി പൂജ ചെയ്യേണ്ടത് തൃച്ചംബരത്തെ മൂത്ത മരുമകളാ, കല്യാണി. അഖിലാന്റി അംഗീകരിച്ചാലും ഇല്ലെങ്കിലും കല്യാണി ആനന്ദിന്റെ ഭാര്യയല്ലേ, ഇവിടുത്തെ മരുമകളല്ലേ. ഓഹോ ബ്രോ, കല്യാണം കഴിച്ച നാള് മുതൽ നമ്മളിത് പറയണതാ. എന്നിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? ഗുരുജി പറഞ്ഞതിനനുസരിച്ച് തൃച്ചംബരത്തെ ദോഷങ്ങൾ മാറണമെങ്കിൽ കല്യാണി പൂജ ചെയ്യണം. അഖിലാന്റിയുടെ വാശി അനുസരിച്ച് എന്നെ കൊണ്ട് പൂജ ചെയ്യിപ്പിച്ച ഗുണത്തിന് പകരം ദോഷമേ ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ടാ ഞാൻ പറയുന്നത്, എന്നെ നിർബന്ധിക്കരുത് പ്ലീസ്. എന്റെ നന്ദന, നീ എന്താ ഈ കൊച്ചുകുട്ടികളെ പോലെ? അരവിന്ദ്, ഇനിയും എന്നെ ഈ കാര്യത്തെ നിർബന്ധിച്ച എനിക്ക് മറ്റെന്തെങ്കിലും തീരുമാനം എടുക്കേണ്ടി വരും. ഇപ്പൊ ഇവിടെ എന്താ പ്രശ്നം? നന്ദനയ്ക്ക് ഭൂമി പൂജ ചെയ്യാൻ പറ്റില്ല, അതല്ലേ പ്രശ്നം? അതെ, തറവാടിന് ദോഷം വരുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് ഈ പൂജ ചെയ്യാൻ വയ്യ. അത് തന്നെ. നന്ദന, ഈ ഭൂമി പൂജ നടക്കാൻ പോകുന്നത് തൃച്ചംബരത്തല്ല, ഇവിടുന്ന് കിലോമീറ്ററുകൾ അകലെയുള്ള തൃച്ചംബരത്തേക്ക് പുതുതായി വാങ്ങിച്ച സ്ഥലത്താണ്. അതെ, പക്ഷെ അതുകൊണ്ടൊന്ന് പ്രയോജനം? പ്രയോജനം ഉണ്ട് അരവിന്ദ്. ശിവരാമനങ്ങൾ പറഞ്ഞില്ലേ അഖിലാന്റി ഈ പൂജയ്ക്ക് വരില്ല എന്ന്? ആ, അമ്മ വരാൻ സാധ്യത ഇല്ലെന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. അപ്പൊ പിന്നെ എളുപ്പമായില്ലേ? തൃച്ചംബരത്തുനിന്ന് പൂജ ചെയ്യാനെന്ന് പറഞ്ഞ് നന്ദന ഇറങ്ങുന്നു. അല്ല, അപ്പം നമ്മളിപ്പോ പൂജ ചെയ്യണ്ടെന്നാണോ സുബുട്ടൻ പറയണേ? നീ തോക്കി കയറി വെടിവെക്കാതിരിക്കെ. പൂജ ചെയ്യുന്നത് നന്ദന അല്ലെന്നേ ഉള്ളൂ, പകരം കല്യാണി ചെയ്യുന്നു. പക്ഷെ സുവർണ്ണത് നടക്കുവോ? കല്യാണിയെ കൊണ്ട് സമ്മതിപ്പിക്കണം. നന്ദന പൂജ ചെയ്ത അത് തൃച്ചംബരത്തിന് ദോഷകരമായി മാറുമെന്ന് ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി. കല്യാണി അതിന് തയ്യാറാവും. ആ, അത് ശരിയാ. കല്യാണി അതിന് തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അഖിലാന്റിയുമായി ഇനി ഒരു പ്രശ്നത്തിന് കല്യാണി ഇറങ്ങിത്തിരിക്കില്ല. കല്യാണിയെ കൊണ്ട് സമ്മതിപ്പിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വം. ഞാൻ ഇറങ്ങട്ടെ, അഖിലാന്റിയെ കാണാൻ നിൽക്കുന്നില്ല. പിന്നെ ഇതൊന്നും വിലാസിനി ആന്റി അറിയാതെ സൂക്ഷിച്ചോണം. അത് മനസ്സിലായി. ശരി. അപ്പൊ അതിനൊരു പരിഹാരമായല്ലോ. ആ, ഇനി വാ.
त्र्यम्बकं यजामहे सुगन्धिं पुष्टिवर्धनं पूर्वारुगमिव बन्धना मृत्योर्मुक्षीयमामृता. സ്വാമി, ചന്ദനാദിമർത്തി. ആ കണ്ണുകൾ അടച്ചോളൂ. ഒരു തണുപ്പ് അനുഭവപ്പെടുന്നുണ്ടോ? ഉണ്ട്. ഋഷികേശ സ്വാമികൾ എല്ലാം വിശദമായിട്ട് പറഞ്ഞിരുന്നു. എന്നാൽ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. സാരമില്ല, ഞാൻ ശ്രമിക്കാം. കുഞ്ഞെ, വ്യത്യസ്തമായൊരു ചികിത്സാ രീതിയാണ് എന്റേത്. ഈ ചികിത്സ തുടരണമെങ്കിൽ എന്റെ 2 ഉപദേശങ്ങൾ കേൾക്കുകയും അത് പാലിക്കുകയും വേണം. പറയൂ സ്വാമി. ഉപദേശം 1: ആദ്യം ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കണം. 2: എന്നിലും ഞാൻ തരുന്ന ഔഷധങ്ങളിലും വിശ്വസിക്കുക. ഈ ഉപദേശം സ്വീകരിക്കാമോ? സ്വീകരിക്കുന്നു സ്വാമി. ദൈവം ജീവകലികാജാലങ്ങളെയെല്ലാം സൃഷ്ടിച്ചപ്പോൾ മനുഷ്യന് പ്രഥമ സ്ഥാനം നൽകിക്കൊണ്ട് അവൻ ആവശ്യമായതെല്ലാം ഭൂമിയിൽ തന്നെ വിളയിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് മാനുഷിക രോഗങ്ങളെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഔഷധ സസ്യങ്ങൾ. പക്ഷേ ഇന്നൊരു കുറുന്തോട്ടിയുടെ വില പോലും, അത് വാദത്തെ പ്രതിരോധിക്കാനുള്ള മരുന്നാണെന്ന് പോലും മനുഷ്യനറിയില്ല. ഒരു കാശിത്തുമ്പ പോലും ഇന്ന് മണ്ണിൽ കിളിർക്കുന്നില്ല. കാരണം മണ്ണ് ശുദ്ധമല്ല, ആകെ വിഷമയമായിരിക്കുന്നു. കൊടും കാനനങ്ങളിൽ മൃഗങ്ങൾ രോഗം വന്നു മരിക്കുന്നില്ല. അവിടെ ആയുർവേദ വൈദ്യനോ അലോപ്പതി ഡോക്ടർമാരോ ഒന്നും തന്നെയില്ല. വിശേഷ ബുദ്ധി തീരെയില്ലാത്ത ഈ മൃഗങ്ങൾ ഔഷധ സസ്യങ്ങൾ ഭക്ഷിച്ച് സ്വയം ചികിത്സിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നതിനർത്ഥം എല്ലാ രോഗങ്ങൾക്കുമുള്ള മരുന്ന് ഈ പ്രകൃതിയിൽ തന്നെയുണ്ട്. മനസ്സിനെ ഏകാഗ്രമാക്കൂ. അച്യുതാനന്ദ ഗോവിന്ദ വിഷ്ണു നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ വിഷ്ണു ധന്വന്തരേ ഹരേ. നശ്യന്ത സകലാഹ രോഗാ ഹരേ. സത്യം സത്യം വദാമൃത. ഔഷധങ്ങൾ ഇവിടെ നിന്ന് തരും. അതിന് പഥ്യമുണ്ട്. അത് മുറ തെറ്റാതെ കഴിക്കണം. മുടങ്ങാതെ 9 ദിവസവും വരണം. എങ്കിൽ എഴുന്നേറ്റ് മരുന്നുകൾ വാങ്ങി മടങ്ങാം. ശരി സ്വാമി. നിക്ക് വലിയ
ഇതാ. ആ, ശരി. അങ്ങനെ ഇന്നത്തെ മേലെല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞു. എന്റെ അമ്മ, ഹോ. നന്ദന, നീ എന്തിനെങ്കിലും ടെൻഷൻ അടിക്കുന്നേ? എല്ലാത്തിനും ഒരു മാർഗം കണ്ടില്ലേ നമ്മള്? ഒരു കഷ്ടം. നന്ദന, ഈ കാക്കയുടെ ചുണ്ടെന്ന പശുവിന്റെ വിശപ്പെന്ന് അങ്ങനെ എന്തോ ഒരു പഴഞ്ചൊല്ലില്ലേ? ആ, അതുപോലെ അമ്മയുടെ ആഗ്രഹം പോലെ പൂജ നടക്കുകയും ചെയ്യും. ഗുരുജി പറഞ്ഞതുപോലെ കല്യാണി എന്നെ പൂജ ചെയ്യുകയും ചെയ്യും. അത് ശരി. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ? അരവിന്ദേ, ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? ശ്ശോ. എനിക്ക് ഗുരുജി പറഞ്ഞത് ഓർക്കുമ്പോ തന്നെ ആകെ ടെൻഷൻ ആവുക. എടീ, കല്യാണി ചെയ്യേണ്ട പൂജ ഞാൻ ചെയ്ത ഫലം ഉണ്ടാവില്ലെന്ന് മാത്രമല്ല ദോഷമായിട്ട് ഭവിക്കുമെന്നാണ് ഗുരുജി പറഞ്ഞിരിക്കുന്നത്. ആയിക്കോട്ടെ, ആ, നീ അതിനവിടെ പൂജ ചെയ്യുന്നില്ലല്ലോ. അരവിന്ദ് പറയുന്ന പോലൊന്നും അല്ല. കല്യാണി ഈ അവസ്ഥയില് അഖിലാന്റിയെ വെറുപ്പിച്ച് ഇങ്ങനൊരു പൂജ ചെയ്യാൻ തയ്യാറാവുമെന്ന് അരവിന്ദിന് തോന്നുന്നുണ്ടോ? നന്ദന, കല്യാണി തയ്യാറാവും. അല്ലെങ്കിൽ നമ്മൾ കല്യാണി അതിന് തയ്യാറാക്കിയിരിക്കും. സുബ്രു പറഞ്ഞതുപോലെ കാര്യങ്ങൾ നടക്കണമെന്നില്ല. എനിക്കെന്തോ ഒരു ഭയം. ഇവളുടെ ഒരു കാര്യം ഇങ്ങനെ ടെൻഷൻ അടിക്കണോ? ശരി, നീ പറഞ്ഞത് ശരി തന്നെയാ. നമ്മൾ പറഞ്ഞ കല്യാണി സമ്മതിക്കില്ലായിരിക്കാം. അങ്ങനെയാണെങ്കിൽ തന്നെ കല്യാണിയെ കൊണ്ട് സമ്മതിപ്പിച്ചെടുക്കാൻ വേറെ മാർഗങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്ത് മാർഗമെന്ന് അരവിന്ദ് പറയുന്നത്? മാർഗമൊക്കെ ഉണ്ട്. ആദ്യം നീ ഒന്ന് സ്റ്റഡി ആയിട്ടിരിക്കും. എടി, നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. നിനക്ക് എന്താ പറ്റിയത്? എന്ത് കാര്യം തന്റെ ഇടത്തോടു കൂടി ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുന്ന എന്റെ നന്ദനയ്ക്ക് ഇത് എന്താ പറ്റിയത്? എന്താന്ന്? അല്ല, എന്നു മുതലാ നീ ഇങ്ങനെ ഒരു ഭീരുവായി തീർന്ന്? അത് ജീവിക്കാൻ കൊതി തോന്നി തുടങ്ങിയ നിമിഷം മുതൽ. ജീവിക്കാനുള്ള കൊതിയൊക്കെ ഞാൻ തീർത്തുതരാം. പൂജ നടത്തുന്നത് എങ്ങനെയെന്ന് എനിക്കൊന്ന് കാണണം. എന്റെ നന്ദന, നമ്മൾ വിചാരിച്ചൊക്കെ പോലെ തന്നെ കാര്യങ്ങൾ വരും. എടി, നീ ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. നിനക്ക് എന്നെ വിശ്വാസമില്ലേ? അല്ലെങ്കിൽ എന്റെ ബ്രോ ഉണ്ടല്ലോ. നീ വെറുതെ ടെൻഷൻ അടിക്കാതിരിക്കേ. എല്ലാം ശരിയാവും. ശരിയാവിടൂ. അതെ, നീ ഇങ്ങോട്ട് വന്ന വാ. എങ്ങോട്ടാ ഇന്ന് ഈ മഴയത്ത്? നീ വരാൻ പറഞ്ഞ വാ. നിന്റെ മൊബൈൽ നപ്പടി വാ. കല്യാണിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ കുഞ്ഞിന്റെ കണ്ണുകൾക്ക് കാഴ്ചയില്ല. ആരെ അഖില വിളിക്കാൻ ശ്രമിക്കുന്നത്?
ഇന്നലത്തെ ദുസ്വപ്നത്തിന്റെ ഭീതി അഖിലയുടെ മുഖത്ത് നിഴലിച്ചു കാണുന്നു. എന്തുപറ്റി അഖില നിനക്ക്? ബിസിനസ് ലോകം അയൺ ലേഡി എന്ന് വിശേഷിപ്പിക്കാറുള്ള എന്റെ അഖിലയ്ക്ക് ഇതെന്തു പറ്റി? നീ ഇപ്പൊ ഫോൺ ചെയ്ത് ആരെയാണെന്ന് എനിക്ക് ഊഹിക്കാം. അതെ അഖില, നീ ആ ഗൈനക്കോളജിനെ വിളിച്ച് ബുദ്ധിമുട്ടണമെന്നില്ല. നീ ഭയക്കുന്ന പോലൊന്നും സംഭവിക്കില്ല. കാരണം അവൾ പ്രഗ്നന്റ് അല്ല. അതെ അഖില, കല്യാണി പ്രഗ്നന്റ് അല്ല. നീ അംഗീകരിച്ചില്ലെങ്കിലും എന്റെ മകന്റെ ഭാര്യയാണ് കല്യാണി. ഒരു പേരക്കുട്ടിയെ ലാളിക്കാനുള്ള എന്റെ ആഗ്രഹവും പ്രാർത്ഥനയും ദൈവം കേട്ടില്ല. ഒരുപക്ഷെ നീ ഭയക്കുന്നത് പോലെ കാഴ്ചയില്ലാത്ത ഒരു അച്ഛന്റെ കുഞ്ഞായി പിറക്കണ്ട എന്ന ദൈവനിയോഗമാകാം. നഷ്ടം മറ്റാർക്കുമില്ല അഖില. ആയുസിന് പഞ്ഞം കൽപ്പിച്ചു തന്നിട്ടുള്ളത് ശിവരാമകൃഷ്ണന് മാത്രമാണ്. കൃഷ്ണേട്ടാ, ഇറങ്ങും. എന്താ രവിന്ദ്? പറയാം ബ്രോ. എന്താ രണ്ടുപേരും ഒന്നും മിണ്ടാത്തത്?